മുരുകൻ മേലേരി സംവിധാനം ചെയ്ത് വിനോദ് കോവൂര്, മഞ്ജു വിജേഷ്, ശിവജി ഗുരുവായൂർ, മാമുക്കോയ, പ്രദീപ് ബാലൻ, വിനായക്, പാർത്ഥിബ് എന്നിവർ കേന്ദ്രകഥാപാത്രങ്ങളായി അഭിനയിച്ച അക്കുവിൻ്റെ പടച്ചോൻ എന്ന മൂവി സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കേരള ക്രിട്ടിക്സ് അവാർഡിന് അർഹമായൊരു ചിത്രമാണ്. പിന്നെ ഈ സിനിമ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഈ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ നല്ല വൃത്തിയുള്ള ഒരു മൂവിയാണ്. വൃത്തിയുള്ളതെന്ന് വെച്ചാൽ നല്ല ലൊക്കേഷൻ, നല്ല വിഷ്വൽസ്, നല്ല ക്യാമറ ഒക്കെ അടങ്ങിയ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു നാട്യംതുറമുള്ള ഒരു നല്ല രസത്തിലെടുക്കുന്ന ഒരു മൂവിയാണ്. സാധാരണ OTT കാണുന്ന സിനിമക്കൊക്കെ ചില ക്യാമറ വിഷ്വൽസ് ഒന്നും തീരെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നല്ലൊരു ഒരു തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റിയ അത്രയും ക്ലാരിറ്റിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ മൂവിയാണ്, സിനിമ വളരെ നന്നായിട്ട് തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു നാട്യംപുറം, സ്നേഹബന്ധങ്ങളുടെ കഥ, പിന്നെ സിനിമയത്തെ പാട്ടുകളൊക്കെ എല്ലാം മികച്ച പാട്ടുകളാണ്, നല്ല രസമുള്ള പാട്ടുകൾ. പിന്നെ നാട്ടിലൊരു ഗായകനുണ്ട്, കള്ളു കുടിച്ച കുറേ സങ്കടങ്ങളോടുകൂടി പാടുന്ന ഒരു ജൂനിയർ യേശുദാസ്. പഴയകാല ഒരു ഗ്രാമീണ സിനിമ പോലൊക്കെ, പഴയകാലത്തെ പൊന്മിട്ടേറുന്ന താറാവൊക്കെ കണ്ട ഒരു ഫീൽ ഗുഡൊക്കെ നമുക്ക് തോന്നും. സിനിമ മെയിനായിട്ട് കുട്ടികളുടെ കഥയാണ്, കുട്ടികളെ പറ്റിയിട്ടാണ് കൂടുതലും സിനിമയിലുള്ളത്. എല്ലാവരും ഉണ്ട് എങ്കിലും കുട്ടികളെ പറ്റിയിട്ടാണ് കൂടുതലും സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയിൽ 2 കുട്ടികളുണ്ട്, അക്കു, കുട്ടൻ എന്ന് ആണ് ഈ സിനിമയിലത്തെ കഥാപാത്രത്തിൻ്റെ പേര്. ശരിയായ പേര് വിനായക്, പാർത്ഥിബ് എന്നാണ്. ഈ 2 കുട്ടികളും വളരെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്കൂളത്തെ പിള്ളേർ, മറ്റുള്ള ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ കഥാപാത്രവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 2 കുട്ടികൾ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ ശിവജി ഗുരുവായൂർ എന്ത് ഭംഗിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാമുക്കോയൊക്കെ ചെറിയൊരു വേഷമേ ഉള്ളൂ, ചെറിയൊരു വേഷത്തിലെ മാമുക്കോയ ഈ സിനിമയിലുള്ളൂ. നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയൊരു നല്ലൊരു മൂവി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമയിൽ ലാഗായിട്ട് തോന്നിയത്, സിനിമ കുറച്ച് അധികം സമയമുണ്ട്, വല്ലാതെ വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ലാഗ് അനുഭവപ്പെട്ട്, അത് ഒഴിച്ചാൽ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന നല്ലൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായും സിനിമ കാണുക. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമ വിശേഷങ്ങളുമായി ഇവിടെ തന്നെ വരും. എല്ലാവർക്കും നമസ്കാരം, ബൈ.